വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM സോളാർ വേൾഡ്, കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇടതുപക്ഷം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ വഴിമുടക്കികളായി UDF മാറിയെന്ന് A. വിജയരാഘവൻ. അമരമ്പലം പഞ്ചായത്തിൽ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട് ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കൂരകളിൽ കഴിയുന്ന നിലമ്പൂരിലെ 300ഓളം ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാതെ 7 വർഷമായി ഇടത് സർക്കാർ വഞ്ചിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത്. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന് വിളിക്കുമ്പോഴാണ് ഇവിടെ ഈ അവസ്ഥയെന്നും MLA. നിലമ്പൂർ നഗരസഭയിലെ മുതുകാട്ടിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിച്ച ചൂരൽക്കുളം കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുന്നു. കുളത്തിന്റെ നിർമ്മാണത്തെ ചൊല്ലി ഉയർന്നുവന്ന അഴിമതി ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ചാ വിഷയം. വിശദമായ വാർത്തകളിലേക്കാണ്. ഇടതുപക്ഷം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ വഴിമുടക്കികളായി UDF മാറിയതോടെ ഇനിയും വികസനങ്ങൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ കേരളത്തിൽ ഇടതു സർക്കാർ തന്നെ ഭരണത്തിൽ തുടരണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. അമരമ്പലം പഞ്ചായത്തിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു A. വിജയരാഘവൻ. ആശ്വദിക്കുക, പ്രിയമുള്ളവരെ, അനുഭവിക്കുക, ജാഥയിൽ ഓരോ കണ്ണിയായി ഒഴുകിച്ചേരുക. തെരഞ്ഞെടുപ്പ് റാലിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഖാവ് A. വിജയരാഘവൻ ഇതിന് നേതാക്കൾ സംസാരിക്കുമ്പോൾ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന കേരളത്തിലെ ആരോഗ്യ അപ്പൊ അതിസമ്പന്നതയുടെ വിഭാഗത്തിന് രാജ്യത്ത് അതിന് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ സൗകര്യം ചെയ്യുന്ന നഗരമാണ് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. സാധാരണക്കാർക്ക് അവരുടെ വിദ്യാഭ്യാസം, പാർപ്പിടം, ആരോഗ്യം, തൊഴിൽ എന്നീ മേഖലകളിൽ അവർക്ക് സഹായം കിട്ടുന്നില്ല. പൈസ അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതിസാധാരണക്കാരെ സഹായിക്കാതിരിക്കുക, അതിസമ്പന്നന് രാജ്യത്തെ കൊള്ളയടിക്കാൻ കഴിയുക എന്നതിൻ്റെയും ഭരണ നിർവഹണം നടത്തുന്നതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ. മുതലാളിമാരിലൂടെ രാജ്യത്തെ കൊള്ളയടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ദരിദ്രർക്കായി കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ പഞ്ചായത്ത് സംവിധാനങ്ങളെ ഉപയോഗിച്ച് ദരിദ്രരെ സഹായിക്കുക, അതിദരിദ്രരെ ഇല്ലായ്മ ചെയ്യുക എന്നാണ് സർക്കാരിന്റെ നയം. ഉദ്ഘാടന ചടങ്ങിൽ LDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കുന്നുമ്മൽ ഹരിദാസൻ അധ്യക്ഷനായി. LDF നേതാക്കളായ E. പത്മാക്ഷൻ, BM റസാഖ്, കരുമത്തിൽ രാജ്മോഹൻ, സണ്ണി പുൽക്കുത്തിയേൽ, PC നന്ദകുമാർ, ഇല്ലിക്കൽ ഹുസൈൻ,
ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ VK അനന്തകൃഷ്ണൻ സ്വാഗതവും ഉണ്ണികൃഷ്ണൻ പെരുമ്പലത്ത് നന്ദിയും പറഞ്ഞു. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട് ഉൾവനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കൂരകളിൽ കഴിയുന്ന നിലമ്പൂരിലെ 300ഓളം ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാതെ 7 വർഷമായി ഇടത് സർക്കാർ വഞ്ചിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് MLA. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന് വിളിക്കുമ്പോഴാണ് 2018-ലും 2019-ലും ഉണ്ടായ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നിലമ്പൂരിലെ ആദിവാസി സമൂഹം വനത്തിനുള്ളിൽ വീടും കുടിവെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ നരകിക്കുന്നതെന്നും MLA കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിയുള്ള കരുളായി പഞ്ചായത്ത് പര്യടനത്തിൽ ഉൾവനത്തിലെ മുണ്ടക്കടവ് നഗറിൽ പ്രസംഗിക്കുകയായിരുന്നു MLA. അനീഷ് കരുളായി അധ്യക്ഷത വഹിച്ചു. ദേവൻ ചാലിയാർ, നാസർ കക്കോടൻ, KT സൈദലവി, M കബീർ, ജില്ലാ പഞ്ചായത്ത് മൂത്തേടം ഡിവിഷൻ സ്ഥാനാർത്ഥി റൈഹാനത്ത് കറുമാടൻ, കാളികാവ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി T സുരേഷ്, പഞ്ചായത്ത് 5-ാം വാർഡ് സ്ഥാനാർത്ഥി രഹന നെച്ചിക്കാടൻ എന്നിവർ സംസാരിച്ചു. ഇപ്പൊ നിങ്ങൾ ഏത് സമരം ചെയ്താലും ഒരു ട്രെഞ്ചിൽ തരൂല. നമ്മുടെ ഭരണകാലമായിരുന്നു അന്ന്, നമ്മൾ ഭരിച്ച കാലമായിരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരാൻ നമ്മുടെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നു. ഇപ്പത്തെ പ്രധാന പ്രശ്നം എന്താ? അധികാരം നമ്മുടെ കയ്യിലല്ല, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു മാറ്റത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം. ഈ പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിനെ താഴെ ഇറക്കണം, അതാണ് വേണ്ടത്. അതിന് നിങ്ങൾ വോട്ട് ചെയ്യണം. ഞാനിപ്പോ 4 മാസമായിട്ട് ഞാൻ MLA ആയി. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. കുറെ ആളുകളൊക്കെ നല്ലൊരു ഭൂരിപക്ഷത്തിന് ജയിക്കാനായി. ഇനി നമുക്ക് ഒരുമിച്ച് പോയാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു കൊണ്ടുപോയി നിങ്ങളെ എന്തെങ്കിലുമൊക്കെ തലച്ചോറിലേക്ക് കയറ്റി തന്ന് നിങ്ങളെ മരത്തുമ്മ കയറ്റി, അല്ല അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോണില്ല നിങ്ങളത് ആലോചിക്കുക. അതാ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ച്, ഇവിടെ വർഗീയത പ്രചരിപ്പിച്ച് അതിലൊന്നും നിൽക്കരുത്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരു കുളം കലങ്ങിയ നവീകരണത്തിന്റെ കഥയാണ് ഇനി പറയുന്നത്. നിലമ്പൂർ നഗരസഭയിലെ മുതുകാട്ടിലാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിച്ച കുളം ഇന്ന് കാട് മൂടി നശിച്ചുകൊണ്ടിരിക്കുന്നത്. കുളത്തിന്റെ നിർമ്മാണത്തെ ചൊല്ലി ഉയർന്നുവന്ന അഴിമതി ആരോപണങ്ങളും നാട്ടിലിപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ ചർച്ചാ വിഷയമാണ്. മുതുകാട്ടിലെ ചൂരൽക്കുളം 2022-23 സാമ്പത്തിക വർഷത്തിലാണ് നഗരസഭയുടെ മേൽനോട്ടത്തിൽ നവീകരിച്ചത്. സംരക്ഷണമില്ലാതെ കിടന്നിരുന്ന കുളത്തിന്റെ വശങ്ങൾ കരിങ്കല്ലുകൊണ്ട് കെട്ടി ചുറ്റുഭാഗം ടൈൽ പതിപ്പിച്ച് നടപ്പാതയടക്കം നിർമ്മിച്ചു. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുചിത്വം, ശുദ്ധജലം, തോട്, ജലസേചനം എന്നീ മേഖലകൾക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും 41,72,000 രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. പ്രവൃത്തിയിൽ ക്രമക്കേടുകൾ ആരോപിച്ച് അന്നു തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനിടയിൽ നടപ്പാതയുടെ അടക്കം ടൈലുകൾ ഇളകിത്തുടങ്ങിയതോടെ മുതുകാട്ടിലെ നാട്ടുകാരും ചൂരൽക്കുളം നിർമ്മാണത്തിലെ അഴിമതി ആരോപിച്ച് ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. കുളത്തിന്റെ നിർമ്മാണത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി ആരോപിച്ച് വിജിലൻസിലും പരാതിയെത്തി. പൊട്ടിപ്പൊളിഞ്ഞ ടൈലുകൾ തൽക്കാലം പുനഃസ്ഥാപിച്ചെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഇപ്പോഴും പ്രകടമാണ്. 2 വർഷം മുൻപ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിച്ച ചൂരൽക്കുളം ഇന്ന് കാടുമൂടി നാശത്തിന്റെ വക്കിലുമാണ്. പായലുകൾ നിറഞ്ഞ് വെള്ളം ഉപയോഗശൂന്യമാണ്. വശങ്ങളിൽ വൻ കാടുമൂടി കിടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നേടി നിർമ്മിച്ച ചൂരൽക്കുളം സംരക്ഷിക്കപ്പെടാത്ത വിഷയം തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സജീവമായ ചർച്ചാ വിഷയമാണ്. ചൂരൽക്കുളം ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്ന് പറയാം. അതൊരു നീന്തൽക്കുളമായിട്ട് ആളുകൾക്ക് ഉപയോഗപ്രദമാവാൻ വേണ്ടിയിട്ടാണ് ഒരു പദ്ധതി കൊണ്ടുവന്നത്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ 2022-2023 കാലഘട്ടത്തിൽ
41,72,999 രൂപ കേന്ദ്ര ഫണ്ട് കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ ഇപ്പോൾ മണ്ണും ചെളിയും വൃത്തിയാക്കാതെയാണ് അത് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പുനരുദ്ധാരണം നടത്തിയത്. ഇപ്പോൾ നടപ്പാതകളെ ഇളകി ടൈലിളകി മണ്ണും ചെളിയും നിറഞ്ഞിട്ട് അത് പ്രാദേശികമായിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമായിട്ടാണ് ഇപ്പം അത് ഉള്ള അവസ്ഥയിലാണ് ഇപ്പം അതുള്ളത്. ലക്ഷങ്ങൾ അവിടെ വെറുതെ ഉപയോഗശൂന്യമാക്കി. കേന്ദ്ര ഫണ്ട് മര്യാദയ്ക്ക് വിനിയോഗിക്കാതെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാതെ അത് ദുരുപയോഗം ചെയ്തു എന്ന് വേണം പറയാൻ. വളരെ മോശമായ അവസ്ഥയിലാണ് ആ 2022-23 കാലഘട്ടത്തിൽ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കേന്ദ്ര ഫണ്ട് നിങ്ങളുടെ ഡിവിഷനിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നുണ്ടോ? ചർച്ചാ വിഷയം തന്നെയാണ്. കുളത്തിന്റെ വിഷയം ഡിവിഷനിൽ ഉയർത്തിക്കൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയുടെ പ്രധാന പ്രചരണം. നിലമ്പൂർ നഗരസഭയിലെ ആശുപത്രിക്കുന്ന് കോവിലകത്തുമുറി ഡിവിഷനുകളിലെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം E. പത്മാക്ഷൻ നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി V. ശ്രീധരൻ, LDF സ്ഥാനാർത്ഥികളായ പടവെട്ടി ബാലകൃഷ്ണൻ, അരുമ ജയകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം, ഡിവിഷൻ കമ്മിറ്റി അംഗം തുടങ്ങിയവർ സംബന്ധിച്ചു. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ തൃക്കാർത്തിക ആഘോഷിച്ചു. കാർത്തിക വിളക്ക്, വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി MK ബാലകൃഷ്ണൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, ക്ഷേത്രം മേൽശാന്തി കൈപ്പം K. ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി എന്നിവർ നേതൃത്വം നൽകി. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ വഴിമുടക്കികളായി UDF മാറിയെന്ന് A. വിജയരാഘവൻ. അമരമ്പലം പഞ്ചായത്തിൽ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട് ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കൂരകളിൽ കഴിയുന്ന നിലമ്പൂരിലെ 300ഓളം ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാതെ 7 വർഷമായി ഇടത് സർക്കാർ വഞ്ചിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത്. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന് വിളിക്കുമ്പോഴാണ് ഇവിടെ ഈ അവസ്ഥയെന്നും MLA. നിലമ്പൂർ നഗരസഭയിലെ മുതുകാട്ടിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിച്ച ചൂരൽക്കുളം കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുന്നു. കുളത്തിന്റെ നിർമ്മാണത്തെ ചൊല്ലി ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ചാ വിഷയം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, the most trusted name in TV, mobiles and appliances. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. വർദ്ധിച്ചു വരുന്ന കറന്റ് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി KM സോളാർ വേൾഡിൽ പരിഹാരമുണ്ട്. 8 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും 3 കിലോവാട്ട് മുതൽ 100 കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ.
ഇൻസ്റ്റാൾ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള KM സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിവ് ഫാസ്റ്റ്, ലിവ് ഗാർഡ്, അദാനി, ലൂമിനസ്, വി ഗാർഡ്, വാരി എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, ബൈഫേഷ്യൽ ടോപ്കോൺ എന്നീ പാനലുകളും ലഭ്യമാണ്. MNRE, KSEB എന്നിവയുടെ അപ്രൂവലുള്ള KM സോളാർ വേൾഡിൽ സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവെർട്ടറും ബാറ്ററിയും ലിഥിയം ബാറ്ററി എന്നിവയും KM സോളാറിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. KM സോളാർ വേൾഡ്, കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. മമ്മൂക്കയുടെ ഗ്ലാമറിന്റെ അത്രയും വരില്ലല്ലോ. ലാലേട്ടന്റെ ചിരിയുടെ അത്രയും വരും. രാക്ഷസ രാജാവ്, പോക്കിൻ രാജ, പ്രജാപതി, മാടമ്പി, കിരീടം, വാനപ്രസ്ഥം, കമലതളം, റാഞ്ചിയേട്ടൻ, ഭ്രമയുഗം. ടിവിയിൽ മമ്മൂക്കയുടെ പടം വെക്കണോ ലാലേട്ടന്റെ പടം വെക്കണോ എന്ന കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ തർക്കമുള്ളൂ കേട്ടോ. പക്ഷേ TV പിട്ടാപ്പള്ളിയിൽ തന്നെ വാങ്ങണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കമില്ലായിരുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, the most trusted name in TV, mobiles and appliances.